ഹായ്, നമ്മളിന്ന് മറ്റു പച്ചക്കറികളൊന്നും ചേർക്കാതെ സാമ്പാർ ജീര കൊണ്ടുള്ള പോഷകസമൃദ്ധമായ ഒരു സാമ്പാറാണ് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാമ്പാർ ജീരയാണ് ഞാൻ എടുക്കുന്നത്. നല്ല കട്ടിയുള്ള ഇലയാണ് സാമ്പാർ ജീരയ്ക്ക്, നല്ല പാലക്ക് പോലെ ഇരിക്കും. ഇതിന് സിലോൺ ജീര എന്നും പറയും. ചെറിയ വയലറ്റ് പൂവോട് കൂടിയതാണ് സാമ്പാർ ജീര. അതിൻ്റെ പൂവുകളും കായുമെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി ചീരത്തോരൻ അരിയുന്നത് പോലെ അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഈ സാമ്പാറിന് ആവശ്യമായ ഉള്ളി, ഒരു 10-12 കഷ്ണം ചുവന്നുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കപ്പ് പരിപ്പ്, ഒരു മീഡിയം സൈസ് തക്കാളി. ഈ ഉള്ളിയൊക്കെ ഞാൻ മുറിക്കാതെയാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ കുക്കറിലാണിത് വെക്കുന്നത്. ഇത് ഏകദേശം ഒരു 50 ഗ്രാം പരിപ്പുണ്ട്. ഇത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് ആ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ച് വെയിറ്റിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മളൊരു ചെറിയ അരിനെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. സാമ്പാറിന് ആവശ്യമാണല്ലോ പുളി. അപ്പോഴേക്കും നമ്മളുടെ പരിപ്പും തക്കാളിയുമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മളുടെ ചീര ചേർത്ത് കൊടുക്കാം. ആ ചീര മുഴുവനും നമ്മളിതിലേക്ക് തട്ടിയിടുന്നുണ്ട്. ഇതിന് നമ്മൾ പൊടികളായിട്ട് മുളകും മല്ലിയൊന്നും ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ സാമ്പാർ പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം ആ പുളിവെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാമ്പാറിന് ആവശ്യമായ വെള്ളം കൂടി അതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികം മല്ലിപ്പൊടി മുളക് പൊടിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വലിയ മസാലയില്ലാത്ത സാമ്പാറാണ് സാമ്പാർ ജീര കൊണ്ട് വെക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അധികം വേവൊന്നും ഈ ചീര ഇലയ്ക്ക് ഇല്ല. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാമ്പാർ റെഡിയാകും. അപ്പോൾ അതേ നമ്മുടെ സാമ്പാർ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. നല്ല ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഇലയാണ് ഈ സാമ്പാർ ചീര. വളരെ പോഷകമൂല്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി നമ്മൾ സാമ്പാറിനെ ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ കടുകും 1 പിഞ്ച് നല്ല ജീരകവും, അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 3-4 കഷ്ണം ചുവന്നുള്ളി, 2 ഉണക്കമുളക്, ഇത്തിരി കരിവേപ്പില, ഇത്രയും ഇട്ടൊന്ന് മൂപ്പിച്ച് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മൾക്ക് ഇതെടുത്ത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സാമ്പാർ ജീര കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് എന്നെ അറിയിക്കണേ.